ടൗണിൻ്റെ അകത്തുള്ളൊരു മസ്ജിദാണ്. ഭയങ്കര മനോഹരമായിട്ടുള്ള ഇതാണ്. सब तेरा रब्बा दिल है चुप माही चुप है राजा രാവിലെ നമ്മുടെ ചൂട് ചായ, കാശ്മീരി സ്പെഷ്യൽ ബ്രെഡും, അതിൻ്റെ ഒപ്പം ഈ കാണുന്ന വ്യൂ. എന്നാ വ്യൂ! ഇതാണ് കാശ്മീരി സ്പെഷ്യൽ ബ്രെഡ്. നല്ല സോഫ്റ്റാണ്. ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല, എന്തുമായിട്ട് ഉപയോഗപ്പെടുത്തി പറയണമെന്ന് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, ഇതെന്തോ നല്ലതിനുള്ള തുടക്കമാണ്. ഈ യാത്രയും കാണുന്ന കാഴ്ചയും ഈ അനുഭവിക്കുന്നതും എല്ലാം എന്തിനോ നല്ലതിന് വേണ്ടിയുള്ള തുടക്കമാണെന്നറിയാം. ആ ശുഭപ്രതീക്ഷയെ എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് നേർന്നുകൊണ്ട്, നല്ല ദിവസങ്ങൾ മുന്നോട്ട് നേർന്നുകൊണ്ട് നമുക്ക് ഈ വീഡിയോ തുടങ്ങാവേ. ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ശ്രീനഗറിലെ നമ്മുടെ ഒന്നാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം സത്യത്തിൽ വ്ളോഗല്ല, ശരിക്കും നമ്മളെ പ്രിപ്പയർ ചെയ്യുന്ന ദിവസമാണ്. റെസ്റ്റ് ഡേ ആണ് ഇന്നത്തെ ദിവസം. ഇപ്പം 12 മണിയായി. ഞാൻ ഇങ്ങനെ നടക്കുന്നു. നമുക്ക് ടൗണിൽ ചെല്ലണം. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് എന്താണ് ഒരു ക്യാമറയുടെ മെമ്മറി കാർഡും മേടിക്കാനുണ്ട്. അതുപോലെ കാശ്മീരി ഡ്രസ്സ്, പിന്നെ മാർക്കറ്റിൽ എന്തൊക്കെയുണ്ട് ഇതൊക്കെ കാണാവേ. എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇതാണ് നമ്മൾ നടക്കുന്ന വഴിയിലുള്ള കാഴ്ച. കുറേ കരകൾ ഇങ്ങനെ അടുക്കി അടുക്കി ഇട്ടിട്ടുണ്ട്. ഇതാണ് കേട്ടോ മാർക്കറ്റ്. നിറച്ച് പഴങ്ങളാണ് ഇവിടെയൊക്കെ. സ്പെഷ്യൽ ആപ്പിള്, ഈ കട കാണുമ്പോഴേ നിറച്ചുണ്ട്. എന്താ പറയുക, ഈ കടകളൊക്കെ കാണുമ്പോഴേ നിറച്ച് ഫ്രൂട്ട്സാണ്. അപ്പം നമുക്ക് മനസ്സ് നിറയാ കട കാണുമ്പോൾ തന്നെ. എൻ്റെ മനസ്സ് നിറഞ്ഞു കേട്ടോ. ഇത് ഞാൻ കാശ്മീരിലും ജമ്മുവിലും കണ്ട ഏറ്റവും ഒരു നല്ല കാര്യമാണ്. സൈക്കിൾ നമുക്ക് എടുക്കാം. സൈക്കിൾ എടുത്തുകൊണ്ട് പോയാൽ മതി. അപ്പം റൂട്ടൊന്നും അറിയണം, അതേ ഉള്ളൂ കാര്യം. എന്നാലേ തിരിച്ചൊക്കെ കൊണ്ടുവെക്കാൻ പറ്റുള്ളൂ സമയത്തിന്. പിന്നെ വലിയ പൈസയില്ല. ഇതാണ് സൈക്കിളിൻ്റെ വില വിവരം. ആദ്യത്തെ 30 മിനിറ്റാണ് ഫ്രീ ആണ്. പിന്നെ 60 മിനിറ്റാണ് 5 രൂപ കൊടുത്താൽ മതി. പിന്നെ 120-ന് 10, അങ്ങനെ പറഞ്ഞ് കൂടിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. നല്ല പരിപാടിയാണ്. സ്കാൻ ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സ്കാൻ ചെയ്ത് ഇത് എടുത്തുകൊണ്ട് പോകണം. ഗൈസ്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു പഴം. ലാൽ ചൗക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ അവിടെ നിന്ന് വ്ളോഗ് ചാനൽ.
പറഞ്ഞിടത്തോട്ട് നമ്മൾ പോവുകയാണ്. 20 രൂപയാണ് പറഞ്ഞത്. ഇത് ഇലക്ട്രിക് വണ്ടിയാണ് കേട്ടോ. ഇത്രയും കൈ എനിക്ക് വെക്കാനുള്ള സ്ഥലമില്ല. ഞാൻ ഇടത് കൈയും കൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. कितने दूर है चौक पे? 1-2 किलोमीटर. നമ്മളിവിടെ ഈ സൈഡിൽ ഈ മാറ്റുകളുടെ ഒക്കെ ഇത് കാണാം. നമ്മൾ ഫ്രണ്ടിലോട്ട് നടക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ എന്ത് എടുക്കണമെന്നാണ് ഇപ്പം കൺഫ്യൂഷൻ. മൊത്തം മാർക്കറ്റാ. അവിടെ ഒരു പള്ളി കാണാം. നമ്മൾ അങ്ങോട്ടൊന്ന് പോവാണ്. ഇത് ഈ ടൗണിൻ്റെ അകത്തുള്ളൊരു മസ്ജിദാണ്. ഭയങ്കര മനോഹരമായിട്ടുള്ള ഇതാണ് കേട്ടോ. അതിന് ഫ്രണ്ട് ചിക്കനൊക്കെ തൂക്കിയിട്ടതാണ്. ചിക്കനും മട്ടനും എല്ലാം ഇവിടെ അറുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പയറും ഒക്കെ കൊടുക്കുന്ന ഒരു ചേട്ടനാണ് കേട്ടോ. ആ ചേട്ടനുമായിട്ട് പരിചയപ്പെട്ടു. ഇത് പ്രത്യേകം എന്തോ മറ്റേ ബ്രിഞ്ചാൽ ഏതാണ്ട് ഉണക്കിയ പോലെ എനിക്ക് തോന്നുന്നു. ഇത് പയറാണ്. കണ്ടോ, വലിയ പൂരിയൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണിത്. വലിയ പൂരി, മധുരപലഹാരം ഇതെല്ലാം ഇവിടെ കിട്ടും. जी मैं केरला से आए हैं. एक हाय बोलो. ഇത് കണ്ടോ, എന്നാ വലിയ പൂരിയാണ് ഇത്. പൂരിയല്ല, പൂരി പോലത്തെ എന്തോ ഒരു പലഹാരമാണ്. കണ്ടോ എന്നാ വലിപ്പത്തിലുണ്ടാക്കുന്നത്. ഇത് കാശ്മീരി സ്പെഷ്യൽ മസാല വെച്ച ചിക്കനാണ്. ഇത് 2 തരം ആപ്പിളുണ്ട്. ഇത് മധുരപലഹാരമൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. പല വെറൈറ്റിയിൽ പല കളറിലുള്ളതുണ്ട്. പക്ഷെ എനിക്കിതിൻ്റെ പേരറിഞ്ഞുകൂടാ. ഇതാണെങ്കിൽ മറ്റേ കുമ്പളങ്ങ വെച്ചുണ്ടാക്കുന്ന സ്വീറ്റാണ്. ബാക്കി എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. ഗായ്സ്, നാട്ടിലെ മാതളനാരങ്ങയുടെ ഒരു 2 ഇരട്ടി വലിപ്പമുണ്ട് ഇവിടുത്തെ മാതളനാരങ്ങയ്ക്ക്. ഇവിടെയൊക്കെ എന്ത് ആൾക്കാരാണ്. എൻ്റെ ആഗ്രഹം മറ്റേ കാശ്മീരി സൈസിലുള്ള വേഷം മേടിക്കണമെന്നുണ്ട്. അത് ഇടണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അതിട്ട് വ്ളോഗ് ചെയ്യാനായിരുന്നു എൻ്റെ പ്ലാനല്ല. പക്ഷെ ഈ വ്ളോഗല്ല, വേറെ വ്ളോഗ് ചെയ്യാനാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ഇനിഷ്യേറ്റീവ് എടുക്കാത്തത്. പക്ഷേ അത് ഇടണം. പക്ഷെ ഞാൻ ഏത് കാര്യത്തിൻ്റെ വില വെച്ചാൽ എന്നോട് ഹിന്ദിയിലാണ് പറയുന്നത്. എന്നെ കണ്ടത് ഹിന്ദിയിലൊക്കെ ഉണ്ടല്ലേ. ഒരു മാർക്കറ്റിൻ്റെ നടുക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഒന്നും ഞാൻ മലയാളികളെ കാണുന്നില്ല കേട്ടോ. എന്ത് ചെയ്യാം, മലയാളികളെ പറ്റിയൊന്നും കാണുന്നില്ല. സാധാരണ കുറേ പേര് കാണണ്ട. ഇവിടെ വരണം കേട്ടോ. ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസാണ്. ഒന്നും മേടിച്ചില്ലേലും കാണാനോ ഇതൊക്കെ. ആളും തിരക്കും. छोड़ेगा मुझे फिर इधर. ഫുൾ ജാമാണ് ഇവിടെ. ഫുൾ തിരക്കാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ ബൈക്കുമായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ എനിക്ക് പേടിക്കാനൊന്നുമില്ല, കാരണം എൻ്റെ ഇത് ആകെ ഫോണേ ഉള്ളൂ. പിന്നെ പേഴ്സും കാര്യങ്ങളും എല്ലാം എന്താണ് ഇന്നർ വെയറിൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ട് നമുക്ക് വേറെ അതിൻ്റെ അകത്തും 100-300 രൂപ ഉണ്ടാവും. നമ്മളൊക്കെ ഡീൽ ചെയ്യുന്നത് ഒന്നും വിഷയമില്ല.
അത് ഇവിടുത്തെ പോലീസുകാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സൈഡിലെല്ലാം സാധനങ്ങൾ കൊടുക്കുന്നതാണ്. ഇതൊരു പാലമാണ്. പാലത്തിലൂടെ കയറുമ്പോൾ സൈഡിലെല്ലാം സാധനങ്ങളാണ്. ഇവിടെ എല്ലാം കിട്ടും കേട്ടോ. നമ്മളൊരു ജ്യൂസ് കുടിച്ചേക്കാന്ന് വെച്ചു. 50 രൂപയാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് കുടിച്ചേക്കാം. പയ്യപ്പോൾ ആദ്യം പൈനാപ്പിൾ ഇടുന്നു, കറക്കുന്നു. ഫ്രഷാണ്, അതുകൊണ്ടാണ് ഇത് പറഞ്ഞാൽ ഒരു ഗ്ലാസ് കുടിച്ചേക്കാന്ന് വരുന്നത്. അപ്പോൾ നല്ല പൈനാപ്പിൾ ജ്യൂസ്. മധുരമില്ല, അതിന് മധുരം ഇടുന്നില്ല, പക്ഷെ മധുരമുണ്ട്. നാച്ചുറൽ ഫ്രൂട്ട്. ഇതാണ് നമ്മൾ പല ഫോട്ടോസിലും വീഡിയോസിലും എല്ലാം കണ്ടിട്ടുള്ള ഗാന്ധാഗാർ എന്ന് പറഞ്ഞ ആ ഒരു ടവർ. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് എത്രയായി? 1:30 കഴിഞ്ഞു. ഞാനിങ്ങനെ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ പട്ടികളെ ഞാൻ നോക്കിയിട്ട് ഭയങ്കര പാവങ്ങളാണ്. അതാണ് കേട്ടോ ഞാനിങ്ങനെ അടുത്തൊക്കെ വെച്ച് വീഡിയോ എടുക്കണേ. नाम लिखते थे। आपका नाम है? रहमान। रहमान। हाँ। आप पढ़ रहे हैं? किधर है? हाँ अच्छा। इन्हीं इवരുടെ സ്കൂളിലെ സമയം ചോദിക്കാം. कितने बजे स्कूल स्टार्ट हो गया? 10 बजे. 10 മണിക്ക് സ്കൂൾ തുടങ്ങും. कितने तक? 3 तक. 3 മണി വരെ. ഇപ്പം 2 മണിയാണ്. ഇദ്ദേഹത്തിന് ഹോളിഡേ ആയതുകൊണ്ടാണ് ഇപ്പോൾ വന്നത്. ലഞ്ച് में स्कूल में मिलेगा लंच नहीं? വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം. ഇനി സ്കൂളിൽ क्या पढ़ रहे हैं आप? कितने स्टैंडर्ड पे हैं? नाम बोलो. അയാൻ എന്നാണ് പേര്. ഇവിടെ കാശ്മീരിലാണ് കേട്ടോ. അയ്യോ, ഈ മുന്തിരിയുടെയൊക്കെ വലിപ്പം കണ്ടോ? അയ്യോ, ഇത് മൊത്തം തക്കാളിയാണേ. കാണാനൊരു പ്രത്യേക രസമാണ് ഈ ചുമല. അതുപോലെ മീനിൻ്റെ ഇത് ഒക്കെ ഇവിടെ കിട്ടും. ഇത് ഡ്രസ്സിന് വേണ്ടി തന്നെയുള്ളൊരു മാർക്കറ്റാണ്. എന്ത് ദൂരെയാ, ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. ആ ഓക്കെ लॉन्ग और फास्ट बनाना, ठीक है? ओके ओके. कैसा उसका बच्चे? 1000. हाँ 1000. 1000. इसको बताया कितना फास्ट करना है? ഇത് ഡ്രസ്സുകൾക്ക് വേണ്ടിയുള്ള വേറൊരു മാർക്കറ്റാണ്. വൈഡ് റേഞ്ച് ഓഫ് സെലക്ഷൻസ് ഉണ്ട് ഇവിടെ. ഞാൻ ക്യാമറ തിരിച്ചു പിടിക്കാത്ത ആളുകളുണ്ട്, അപ്പോൾ അവർക്ക് ചിലവർക്ക് ഇഷ്ടപ്പെടാതെ വരും. അപ്പോൾ അതാണ് ഞാൻ ക്യാമറ തിരിച്ചു പിടിക്കാത്തത്. അപ്പം എന്നെ കാണിക്കുവാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ലല്ലോ, അതുകൊണ്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിന് 450 കേട്ടോ പറയണേ. 450 500. നല്ല ക്വാളിറ്റി ഉണ്ട്, അതുകൊണ്ടാണ്. ഇപ്പം ഇവിടുത്തെ സ്കൂളൊക്കെ വിട്ട സമയമാണെന്ന് തോന്നുന്നത്. കുറേ ആൾക്കാരിങ്ങനെ നടന്നു വരുന്നുണ്ട്. ഞാനപ്പോൾ ഇനിയും തണുപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ശ്രീനഗറിലോട്ട് പോവാണ്. അപ്പോൾ ഈ ലാൽ ചൗക്ക് എന്ന് പറഞ്ഞ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവോ? ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യുക? ഇഷ്ടപ്പെട്ടെങ്കിൽ വളരെ സന്തോഷം.
എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ചെയ്യണേ പറയൂ കേട്ടോ, എഡിറ്റിങ്ങിലും കാര്യങ്ങളിലെല്ലാം. അടുത്ത ഓട്ടോയെ കയറിയിട്ടുണ്ട്, അത് 20 രൂപയാണ്. ഇവിടുത്തെ യൂണിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ള ഇതും കറുത്ത ഇതും കൂടെ കൂടിയാണ്. ഇതൊരു കോളേജാണ്, വുമൻസ് കോളേജാണ്. ഡാൽ ലേക്ക് എന്ന് പറഞ്ഞാൽ നിസ്സാര സംഗതിയല്ല കേട്ടോ, ഒരറ്റത്തുനിന്ന് അങ്ങേ അറ്റം വരെ ഉണ്ട്. ഡാൽ ലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കത്താ ദൂരത്ത് ഇങ്ങനെ ഉണ്ട്. ആ കാണുന്നൊരു കടല കൊടുക്കുന്ന കടയാണ്, അവിടെ നിന്ന് ഞാനൊരു കടല മേടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പകുതിയിലേറെ കഴിച്ചു, ഞാൻ കഴിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ 2 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമതായിട്ട് ഡാൽ തടാകത്തിലുള്ള ഹൗസ് ബോട്ടിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്. രണ്ടാമതായിട്ട് കാശ്മീരിലെ ഒരു ഹോൾസെയിൽ മാർക്കറ്റ്, അവിടുത്തെ ആളുകൾ കൂടുതൽ പോകുന്ന ഒരു മാർക്കറ്റുണ്ട്, ബട്ട്മാലു. ഈ മാർക്കറ്റും ആ മാർക്കറ്റിനുള്ളിലുള്ള കാഴ്ചകൾ, വാരിസ്ത എന്ന് പറഞ്ഞ ഒരു ഇതാണ്. നമ്മൾ എല്ലാ വീഡിയോയുടെ അവസാനം പറയണ പോലെ ഈ വീഡിയോ ഇവിടെ തീരുന്നു. പക്ഷെ നമ്മുടെ യാത്രകളോ കാഴ്ചകളോ ഒന്നും ഇവിടെ തീരുന്നില്ല. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സലാം, ബായി, ബഹനോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ല ഞാനും ഇതുപോലെ വെച്ച് വയ്ക്കൂ കേട്ടോ. चुप माही चुप